ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പക്ഷെ അത്ര കൃത്യമായിട്ട് പറയണേ. നീ ഈശോയുടെ ശിഷ്യനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ പിന്നാലെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ നിന്റെ കുരിശ് വഹിച്ചുകൊണ്ട് വരണം. സഹനങ്ങളെല്ലാം മാറിപ്പോകാനുള്ളൊരു പ്രാർത്ഥനയല്ല, സഹനങ്ങളെല്ലാം മാറ്റിക്കളയുന്ന മന്ത്രമല്ല ഈശോ പറയുക. നിന്റെ ജീവിത ക്ലേശങ്ങളാകുന്ന കുരിശ് നീ തന്നെ എടുക്കണം. നീ എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. പക്ഷെ ആ വരവിനൊരു പ്രത്യേകതയുണ്ട്. നീ ഈശോയുടെ പിന്നാലെ പോവുക. നിന്റെ ദൃഷ്ടികൾ ഈശോയില. ഈശോയെ നോക്കിക്കൊണ്ട് നീ നിന്റെ ജീവിതത്തിന്റെ കുരിശുകൾ എടുക്കുമ്പോൾ അതൊരിക്കലും ഒരു ഭാരമായി തീരുകയില്ല. ജീവിത കുരിശുകൾ ഈശോയിലെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് തന്നെ നീ ചെല്ലുക. അവിടെ നിന്റെ ഈശോ അതിനെ ലഘൂകരിക്കും, നിന്നെ ആശ്വസിപ്പിക്കും. ഒന്നുകൂടി ഉണ്ട്. കുരിശു വഹിക്കണമെങ്കിൽ, ഈശോയിലേക്ക് നോക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ശൂന്യവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. അഹംഭാവവും മറ്റെല്ലാം വിട്ടുകളഞ്ഞ് ഈശോയ്ക്ക് ജീവിതത്തിൽ ജീവിക്കാൻ തക്ക രീതിയിൽ വാസസ്ഥലം ഒരുക്കിയാൽ മാത്രമേ ഈശോയിലേക്ക് നോക്കുവാനും പിന്നാലെ പോകാനും നിനക്ക് സാധിക്കത്തുള്ളൂ. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഈശോയെ. ജീവിത ക്ലേശങ്ങളാകുന്ന കുരിശും വഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിന്റെ പിന്നാലെ വരുവാനായിട്ട്, അതിനുവേണ്ടി ജീവിതത്തെ ശൂന്യവൽക്കരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകള്, നന്മകള്, സംരക്ഷണങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ